ഹായ് ഓൾ, ഐ എം സംഗീത്. ഞാൻ സ്റ്റാക്കപ്പിലെ ലേണിംഗ് എക്സ്പീരിയൻസ് ലീഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രാമിംഗ് ജേണിയിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല. തുടക്കം മുതൽ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ ചിലവർ നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും അല്ലേ? ചിലർക്ക് കമ്പ്യൂട്ടർ സയൻസ് എന്താണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. ചിലരാണെങ്കിൽ ചില ഓൺലൈൻ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്ത് അത് പല കാരണങ്ങൾ കൊണ്ട് എവിടെ എത്താതെ ഡ്രോപ്പ് ചെയ്തവരായിരിക്കും. എന്നാൽ ഇതൊന്നും ഒരു കുഴപ്പമല്ല. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ ഒരു കോഴ്സ് ഫലപ്രദമായി ഉപയോഗിക്കാനാകും. ഒരു വലിയ ബിൽഡിങ്ങിന്റെ ഏറ്റവും വലിയ അസറ്റ് അതിന്റെ അടിത്തറയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ IT കരിയറിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രാമിംഗ് ഫൗണ്ടേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിംഗ് കോഴ്സ് നിങ്ങൾക്ക് നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വാരിയബിൾസിലൂടെയും കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സിലൂടെയും ലൂപ്സിലൂടെയും അറേസിലൂടെയും എല്ലാം നിങ്ങളുടെ ഫൗണ്ടേഷൻ സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും. C++ന്റെ ഈ ഒരു ബേസിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്നും പുതിയ ലാംഗ്വേജ് ആയ പൈത്തൺ, ജാവ, ജാവാസ്ക്രിപ്റ്റ് എന്നിവ പോലെയുള്ളത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാനും പുതിയ പുതിയ പ്രോജക്ട്സ് ചെയ്യാനും സാധിക്കുന്നു. സോ വെൽക്കം ടു സിമ്പിൾ ആയിട്ട് പ്രോഗ്രാമിംഗ് പഠിക്കാം വിത്ത് സ്റ്റാക്കപ്പ് ലേണിംഗ് ഹബ്. സിമ്പിൾ ആയിട്ട് പ്രോഗ്രാമിംഗ് പഠിച്ചാലോ? ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് പ്രോഗ്രാമിങ്ങിനെ പറ്റിയിട്ട്. പക്ഷെ അവയെല്ലാം അധികവും സിൻടാക്സിനെയോ ടെക്നിക്കൽ ഡീറ്റെയിൽസിനെയോ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒന്നായിരിക്കും. പക്ഷെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കില്ല. ഈ ട്യൂട്ടോറിയൽ മൊത്തം കാണുന്നതിലൂടെ നിങ്ങളൊരു പ്രോഗ്രാമറെ പോലെ ചിന്തിക്കാൻ പഠിച്ചിരിക്കും. ഒരുപാട് ബുക്സും റിസോഴ്സസും റിസർച്ച് ചെയ്താണ് ഈ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് റിയൽ ലൈഫ് എക്സാമ്പിൾസ്, പസിൽസ് എന്നിവയെല്ലാം ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ സീരീസ് എത്രത്തോളം എൻഗേജിങ് ആക്കാൻ പറ്റുമോ അത്രയും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് വീഡിയോയില് ആന്റൺ സ്പ്രോൾ എഴുതിയ തിങ്ക് ലൈക്ക് എ പ്രോഗ്രാമർ എന്നൊരു ബുക്കിനെ പറ്റി പറയുന്നുണ്ട്. അതിലെ പസിൽസ് ആണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. ആ ഒരു ബുക്ക് പ്രോഗ്രാമിംഗ് സീരിയസ് ആയി എടുക്കുന്ന എല്ലാ ആൾക്കാർക്കും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് എങ്ങനെ നല്ലൊരു പ്രോഗ്രാമർ ആകുക എന്നുള്ളത്. ഇപ്പോൾ പഴയ വിചാരിക്കുന്നത് സിൻടാക്സ് കുറെ കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കുക എന്നിവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല കമ്പനിയിൽ ഹയർ ചെയ്യുന്നതാണ്. പക്ഷെ ഒരു നല്ല കമ്പനി നിങ്ങളെ ഹയർ ചെയ്യുന്നത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടല്ല. നിങ്ങൾ നല്ലൊരു പ്രോബ്ലം സോൾവർ ആണോ എന്നാണ് അവർ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോഗ്രാമർ ആണെങ്കിൽ നിങ്ങൾ നല്ലൊരു പ്രോബ്ലം സോൾവർ ആയിരിക്കണം. ഈ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസുമായി മാത്രം ബന്ധപ്പെട്ടുള്ള ഒന്നാണോ ഇത്? ഒരിക്കലും അല്ല. നമ്മളെല്ലാവരും ജീവിതത്തിൽ പ്രോബ്ലം സോൾവ് ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പൊ നമ്മൾ രാവിലെ എണീറ്റു, നമ്മുടെ ഫാന് വർക്ക് ആവുന്നില്ല, നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം നമുക്ക് വേണമെങ്കിൽ ജനൽ തുറന്നിടാം, അല്ലെങ്കിൽ പുതിയൊരു ഫാൻ തന്നെ വാങ്ങാം. ഇതൊക്കെ പ്രോബ്ലം സോൾവിങ് ആണോ? പക്ഷേ ഇതൊക്കെ പ്രോബ്ലം അവോയ്ഡിങ് അല്ലേ? ഉള്ള പ്രോബ്ലത്തിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. ശരിക്കും ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുകയാണ് കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രോബ്ലം എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടായിരിക്കും ഈ ഒരു ഫാന് വർക്ക് ആവാത്തതിന് അല്ലേ? ചിലപ്പോൾ ഫാനിന്റെ മോട്ടർ കംപ്ലൈന്റ് ആയതായിരിക്കാം, അല്ലെങ്കിൽ പവർ സപ്ലൈ കട്ടായതായിരിക്കാം, കപ്പാസിറ്ററിന് പ്രശ്നം വന്നായിരിക്കാം. ഇങ്ങനെ പല പല റീസൺസും ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അതിൽ എന്താണ് കാരണം എന്ന് കണ്ടെത്തണം. നമ്മൾ പ്രോഗ്രാമേഴ്സ് ഇതൊക്കെ എന്തിനാ അറിയുന്നതല്ലേ? എന്നാൽ ഒരു പ്രോഗ്രാമറും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം അയാളുടെ കോഡ് ഇൻസ്പെക്ട് ചെയ്യും, എന്നിട്ട് ആ ഇൻസ്പെക്ട് ചെയ്ത കോഡ് ടെസ്റ്റ് റൺ ചെയ്യും. എന്നിട്ട് ആ റണ്ണിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒരു ഡോക്യുമെന്റേഷൻ വായിച്ച് അത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ പറഞ്ഞു ഒരു നല്ല പ്രോഗ്രാമർ ആവണമെങ്കിൽ നിങ്ങൾ നല്ലൊരു പ്രോബ്ലം സോൾവർ ആയിരിക്കണം എന്ന്. പക്ഷെ എങ്ങനെ നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ പസിൽസ് ഉണ്ടാവും, നമ്മൾ ചെറുതിലേക്ക് ഒരുപാട് പസിൽസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം മറ്റേ ബാലരമയിലൊക്കെ ഉള്ള മുട്ടുമുയലിന് വഴി കാണിച്ചു കൊടുക്കുക, അങ്ങനത്തെ പസിൽസ്. പക്ഷെ അതുപോലത്തെ പസിൽസ് അല്ല, കുറച്ചുകൂടെ അതിൻ്റെ ഹയർ വേർഷൻ ആയിട്ടുള്ള പസിൽസ് ഒക്കെ സോൾവ് ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് നമുക്ക് വലിയൊരു രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ക്ലാസിക് പസിലിന്റെ എക്സാമ്പിൾ നോക്കിയാലോ? നമ്മുടെ പസിലില് ഒരു കർഷകനുണ്ട്, അയാളുടെ കോഴിയുണ്ട്, അയാളുടെ കുറുക്കനുണ്ട്, അരിച്ചാക്കുണ്ട്. ഇതാണ് നമ്മുടെ പസിലിലെ കഥാപാത്രങ്ങൾ. അപ്പൊ നമ്മുടെ ആവശ്യം എന്താണ്? നമ്മുടെ കർഷകന് ഈ കോഴീനെയും കുറുക്കനെയും അരിച്ചാക്കിനെയും കൊണ്ട് അപ്പുറത്തെ കരയിലോട്ട് പോകണം. കർഷകൻ ഇപ്പൊ നിൽക്കുന്നത് ഈ കരയിലാണ്. അതിന് കർഷകന്റെ കയ്യിൽ ഒരു ബോട്ടുണ്ട്, ആ ബോട്ട് കയറ്റി അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ ആദ്യം ആലോചിക്കുക എന്താ? സിമ്പിളായിട്ട് അതിനെല്ലാം വാരി കെട്ടി ബോട്ടിട്ട് കൊണ്ടുപോയ പോലെ നല്ലേ? പക്ഷെ അത് പറ്റില്ല. നമുക്ക് ഒരു സമയം കർഷകന്റെ കൂടെ ഒരാളെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ. ഇപ്പൊ അത് ഒന്നീ കോഴിയാകാം, കുറുക്കനാകാം, അല്ലെങ്കിൽ അരിച്ചാക്കാകാം. അപ്പൊ എങ്ങനെ നമ്മൾ ഇവരെ മൂന്ന് പേരെയും സേഫ് ആയിട്ട് അപ്പുറത്ത് എത്തിക്കുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമ്മുടെ കർഷകൻ ഇവിടെ നിൽക്കുന്നുണ്ട്, ബോട്ടുണ്ട്, കോഴിയും കുറുക്കനും അരിയും ഇവിടെ ഉണ്ട്, അത് കഴിഞ്ഞൊരു പുഴയുണ്ട്, അതിന്റെ അപ്പുറത്തേക്കാണ് നമുക്ക് എത്തേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മുടെ കർഷകൻ ബോട്ടിൽ കുറുക്കനെ കയറ്റുന്നത്.
കർഷകൻ ബോട്ടിൽ കുറുക്കനെ കയറ്റി അപ്പുറത്തിൽ പോയി കഴിഞ്ഞാൽ എന്താവും? കോഴി അരി തിന്നും. അതോടെ അത് നടക്കില്ല. അപ്പം നമുക്ക് വേറെ എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മൾ അടുത്ത മെത്തേഡ് നോക്കുകയാണ്. നമ്മൾ ആദ്യം അരിച്ചാക്ക് കയറ്റി, അതായത് കർഷകൻ ഇവിടെ ബോട്ടിൽ നിൽക്കുന്നുണ്ട്, കർഷകൻ്റെ കൂടെ അരിച്ചാക്ക് കയറ്റി, എന്നിട്ട് നമ്മൾ അരിച്ചാകം കൊണ്ട് അപ്പുറത്തെ കരയിലോട്ട് പോവാണ്. അപ്പം എന്താവും? കുറുക്കനും കോഴി ഇവിടെ ഒറ്റയ്ക്കാണ്. അപ്പോൾ കോഴിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. നമുക്ക് അടുത്ത ഓപ്ഷൻ ഏതാണുള്ളത്? അടുത്ത ഓപ്ഷനായിട്ട് നമുക്ക് ഏതിനെ കൊണ്ടുപോകാൻ പറ്റും? ഇനി നമുക്ക് കുറുക്കനെ കൊണ്ടുപോയി നമുക്ക് കോഴീനെ കൊണ്ടുപോകാൻ പറ്റും അല്ലേ? നമ്മൾ കോഴീനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കോഴീനെ ബോട്ട് കയറ്റി കൊണ്ടുപോയി അവിടെ ഇറക്കാൻ പറ്റും. കാരണം എന്താ? കുറുക്കനും അരിയും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല. കാരണം കുറുക്കൻ അരിയും തിന്നില്ല, ഒബ്വിയസ്ലി അരി കുറുക്കനെയും തിന്നില്ല. അപ്പോൾ രണ്ടുപേരും സേഫാണ്. അപ്പോൾ നമ്മൾ കോഴീനെ അപ്പുറത്തെത്തിച്ചു. ഇനി നമ്മൾ തിരിച്ച് ബോട്ടിൽ ഇങ്ങോട്ട് വന്നിട്ട് കുറുക്കനെ ബോട്ട് കയറ്റി, എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ കുറുക്കനും കോഴിയും മറുകരയിലെത്തും. അപ്പോൾ അത് സേഫ് അല്ല. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേറെ അടുത്ത ഓപ്ഷൻ എന്താ? കുറുക്കിന് പകരം അരീനെ എടുത്ത് മറുകരയിലേക്ക് പോകുക. അപ്പോൾ അരി നമുക്ക് അവിടെ വെക്കാൻ പറ്റുമോ? അതും സേഫ് അല്ല. കാരണം എന്താ? കോഴി അരി തിന്നും. അപ്പോൾ നമുക്ക് ഈ ഒരു വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ സൊല്യൂഷൻ? സോ നമുക്ക് എന്തൊക്കെ ആക്ഷൻസ് ഇതിൽ ചെയ്യാൻ പറ്റും നോക്കാം. ഈ ഒരു പസിലിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പറ്റുക? നമുക്ക് കർഷകന്റെ കൂടെ കുറുക്കനെ ബോട്ടിൽ കയറ്റി അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇത് ഒരു ആക്ഷനാണ്. കോഴീനെ ബോട്ടിലേറ്റ് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇത് വേറൊരു ആക്ഷനാണ്. അതുപോലെ അരിച്ചാക്കിനെ ബോട്ടിലേറ്റിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ മൂന്ന് ഡിഫറെന്റ് ആക്ഷൻസ് നമുക്ക് ഈ പസിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മൂന്നും മാത്രമാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഇവിടുന്ന് ഒരു സാധനത്തിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് ഒരു ആക്ഷൻ അല്ലേ? ആ ആക്ഷനിൽ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആ കർഷകൻ മാത്രമായിട്ട് വരണം നിർബന്ധമുണ്ടോ? ഇല്ല. നമുക്ക് ഈ കരയിൽ നിന്ന് അപ്പുറത്തെ കരയ്ക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന പോലെ അവിടുന്ന് ഇങ്ങോട്ടും സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം. നമ്മൾ ആദ്യം എന്താ ചെയ്ത്? നമുക്ക് മനസ്സിലായി, ആദ്യം നമ്മൾ കോഴീനെ തന്നെ കൊണ്ടുപോകണം, എന്നാലേ കാര്യം നടക്കൂ. അപ്പോൾ നമ്മൾ ആദ്യം കോഴീനെ ബോട്ട് കയറ്റി കോഴീനെ കർഷകൻ അപ്പുറത്ത് കൊണ്ടുപോയി അവിടെ കർഷകൻ കോഴീനെ ഇറക്കി. എന്നിട്ട് കർഷകൻ തിരിച്ച് ബോട്ട് എടുത്ത് തിരിച്ച് ഇവിടം വരെ വന്നു, ഒറ്റയ്ക്ക് വന്നു. ഇനി എന്താ ഉള്ളത്? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നമുക്ക് അരീനെയും കൊണ്ടുപോകാൻ പറ്റില്ല, കുറുക്കനെയും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത്? നമുക്ക് തിരിച്ചൊരു സാധനത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന്. അപ്പോൾ നമ്മൾ എന്തെടുത്തു? നമ്മൾ കുറുക്കനെ എടുത്തതിന് ശേഷം കുറുക്കനെ നമ്മൾ അപ്പുറത്തെ കരയിലോട്ട് കൊണ്ടുപോവാണ്. കുറുക്കനെ അപ്പുറത്തെ കരയിലോട്ട് കൊണ്ടുപോയിട്ട് കുറുക്കനെ അവിടെ ഇറക്കി കഴിഞ്ഞാൽ കുറുക്കൻ കോഴീനെ തിന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറുക്കനെ അവിടെ ഇറക്കുന്നതിൻ്റെ കൂടെ കോഴിയെ ബോട്ടിൽ കയറ്റും. എന്നിട്ട് ആ കോഴീനെയും കൊണ്ട് നമ്മൾ ഈ കരയിലോട്ട് വരും. അപ്പോൾ ഈ കരയിൽ എന്താണുള്ളത്? അരിയുണ്ട്, ബോട്ടിൽ കോഴിയുണ്ട്, മറുകരയിൽ കുറുക്കനുണ്ട്. അപ്പോൾ ഈ കരയിലെത്തിയതിന് ശേഷം കോഴിയെ നമ്മൾ ഇവിടെ അരിയുടെ കൂടെ വെച്ച് കഴിഞ്ഞാൽ കോഴി അരി കൊത്തി തിന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോഴീനെ ഇറക്കുന്നതിൻ്റെ കൂടെ അരി നമ്മൾ ബോട്ട് കയറ്റും. എന്നിട്ട് ആ അരി നമ്മൾ ബോട്ടിൽ മറുകരയിലേക്ക് കൊണ്ടുപോകും. മറുകരയിൽ ആരാണുള്ളത്? കുറുക്കനാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അരിയും കുറുക്കനും ഒരുമിച്ച് എന്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അരി കുറുക്കനെയും കഴിക്കില്ല, കുറുക്കൻ അരിനെയും കഴിക്കില്ല. അപ്പോൾ നമ്മൾ എന്നിട്ട് കർഷകൻ ഒറ്റയ്ക്ക് തിരിച്ചു വരാണ്. ഈ കരയിലോട്ട് ഒറ്റയ്ക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ കോഴി ഇരിപ്പുണ്ട്. നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് വെച്ച കോഴീനെ എടുത്തിട്ട് ബോട്ട് കയറ്റി അവിടെ മറുകരയിലേക്ക് പോയി കർഷകനും കോഴി ഒരുമിച്ച് ഇറങ്ങാണ്. അപ്പോൾ നമ്മൾ സേഫ് ആയിട്ട് ഈ 3 പേരെയും നമ്മൾ അപ്പുറത്ത് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ മനസ്സിലാക്കി, നമുക്ക് എന്തൊക്കെ അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. അങ്ങനെ നമുക്ക് ഈ ഒരു പസിൽ സോൾവ് ചെയ്യാനും സാധിച്ചു. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഈ പസിൽ സോൾവ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ എങ്ങനെ സോൾവ് ചെയ്തതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കിയാലോ? അതായത് സ്റ്റെപ്പ് 1 നമ്മൾ കോഴീനെ മറുകരയിലേക്ക് കൊണ്ടുപോയി. സ്റ്റെപ്പ് 2 കർഷകൻ ബോട്ടുമായിട്ട് ഒറ്റയ്ക്ക് തിരിച്ചു വന്നു. സ്റ്റെപ്പ് 3 കുറുക്കനെ മറുകരയിലേക്ക് കൊണ്ടുപോയി. സ്റ്റെപ്പ് 4 കോഴീനെ കർഷകൻ തിരിച്ച് ഈ കരയിലോട്ട് കൊണ്ടുവന്നു. സ്റ്റെപ്പ് 5 അരിച്ചാക്ക് കർഷകൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. സ്റ്റെപ്പ് 6 കർഷകൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നു. അതിന് സ്റ്റെപ്പ് 7 കോഴീനെ കൊണ്ട് കർഷകൻ അങ്ങോട്ട് പോയി. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ പസിലിനെ ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ നമുക്കിത് ഈസിയായി മനസ്സിലാക്കാനും സോൾവ് ചെയ്യാനും സാധിച്ചു അല്ലേ? അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന പസിൽസും മറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഒരു അപ്രോച്ച് കമ്പ്യൂട്ടർ സയൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അൽഗോരിതം എന്നാണ് അതിനെ പറയുന്നത്. പ്രോഗ്രാമേഴ്സ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതും ഈ അൽഗോരിതത്തിനാണ്. പ്രോഗ്രാമേഴ്സ് അവർക്ക് കിട്ടുന്ന ടാസ്കിനെയോ അല്ലെങ്കിൽ പ്രോബ്ലംസിനെയോ നിശ്ചിതമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിൽ ഇങ്ങനെ എഴുതിയിട്ട് സോൾവ് ചെയ്യും. അതിനെയാണ് നമ്മൾ അൽഗോരിതംസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നും ഒരു പ്രോഗ്രാമർ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് പഠിച്ചു അല്ലേ?
നമ്മൾ അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട്, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കും. അതിന് മുന്നേ നിങ്ങൾ അടുത്ത വീഡിയോ കാണുന്നതിന് മുന്നേ ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് പസിൽസ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ സ്വയം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾ അടുത്ത വീഡിയോയ്ക്കും നിങ്ങളുടെ ഈ ജേർണിയിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും.